Assalamu alaikum. Peace be upon you all and welcome back. ഇന്ന് ഞാൻ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ് കാണിക്കുന്നത്. ഇതൊരു ബംഗാളി സ്വീറ്റാണ്. ഇതിൻ്റെ പേര് ബപ്പാദോയ് എന്നാണ്. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആകെ 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. യോഗേർട്ട്, കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ പാല്. ഇത്രയേ വേണ്ടുള്ളൂ. അപ്പോൾ നമുക്ക് യോഗേർട്ട് വേണ്ടുന്നത് 1 കപ്പ് യോഗേർട്ടാണ് ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഒരു 3/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് മെയ്ഡ്, പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പോളം പാല്. ഇത്രയും മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ 1 കപ്പ് യോഗേർട്ട് എടുത്തിട്ട് ഇതേപോലെ ഒരു സ്ട്രെയിനറിൽ ഇട്ട് വെക്കണം. കാരണം നമുക്ക് നല്ല കട്ടിയുള്ള യോഗേർട്ടാണ് വേണ്ടത്, ഈ വെള്ളം ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു അരിപ്പയിലോ അല്ലെങ്കിൽ നല്ല കോട്ടൺ ക്ലോത്തിലോ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള വെള്ളം അങ്ങ് ഊർന്നു പോയിക്കൊള്ളുമല്ലോ. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ഞാനൊരു അരമണിക്കൂറോളം ഇങ്ങനെ ഇട്ട് വെച്ചതാണ്. ഒരു അരമണിക്കൂറെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള കംപ്ലീറ്റ് വെള്ളവും നമുക്കിങ്ങനെ ഊറ്റി മാറ്റാൻ കഴിയും. അതിന് ശേഷം ഈ ഒരു ബൗളെടുത്ത് അതിലേക്ക് ഈ യോഗേർട്ട് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 3/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. മധുരം നന്നായിട്ട് വേണമെന്നാണെങ്കിൽ ഒരു കപ്പ് വരെ ചേർക്കാം കേട്ടോ. ഞാനിതിപ്പോൾ 3/4 കപ്പാണ് ചേർത്തത്. അത്യാവശ്യം മധുരം ഉണ്ട് ഇതിന്. ഇനിയിപ്പം കട്ടയില്ലാതെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിന് ശേഷം പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഒന്നും ചെയ്യാനില്ല. ഇതേപോലെ ചെറിയ ചെറിയ ബൗൾസ് എടുക്കുക. അതിലേക്ക് ഒഴിച്ച ശേഷം നമ്മൾ ഇത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആദ്യം ഇതേപോലെ ഓരോ കുഞ്ഞു കുഞ്ഞു ബൗൾസിലും ഒഴിക്കാം. ഇതിലൊരു 3/4 ഭാഗത്തോളം നിറച്ചാൽ മതി. കാരണം കംപ്ലീറ്റ് ആയിട്ട് നിറയ്ക്കണ്ട. നമ്മളിത് ഫോയിൽ വെച്ച് ഒന്ന് കവർ ചെയ്തൊക്കെ എടുക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നമ്മൾ 3/4 ഭാഗത്തോളം മാത്രം നിറച്ചാൽ മതി. ഇനി നമ്മൾ ഈ ഓരോ ബൗളും അലൂമിനിയം ഫോയിൽ വെച്ച് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ നന്നായിട്ടിത് സീൽ ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മളിത് സ്റ്റീം ചെയ്യുന്ന സമയത്ത് ഇതിനുള്ളിലേക്ക് വെള്ളം കയറും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സെറ്റായി കിട്ടില്ല. അതുകൊണ്ട് നന്നായിട്ടിത് നല്ല കവർ ചെയ്തിട്ട് തന്നെ ചെയ്യണം. വേണമെങ്കിൽ ഒരു റബ്ബർ ബാൻഡോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഇതിനെ ചുറ്റും ഒന്ന് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉറപ്പിൽ അതവിടെ ഇരുന്നോളും. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. ശ്രദ്ധിച്ച് ഓരോന്നും ഇതുപോലെ സ്റ്റീമറിലെടുത്ത് വെച്ച ശേഷം ഒരു 15 മിനിറ്റ് നേരം മതി. 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് സെറ്റായി ഇത് കിട്ടും. അപ്പോൾ 15 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ നല്ല ചൂടാണ്. ഇപ്പോൾ ഞാനിതൊന്ന് പുറത്തേക്ക് എടുക്കാം. ഒന്ന് ചൂടാറിയ ശേഷം നമുക്ക് ഈ ഫോയിൽ മാറ്റി കൊടുക്കാം, അല്ലെങ്കിൽ നല്ല ചൂടായിരിക്കും. ഇതിപ്പം അത്യാവശ്യം ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഞാനിതിൻ്റെ ഫോയിലൊക്കെ ഒന്ന് മാറ്റിയ ശേഷം കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ല, ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നല്ല നമ്മുടെ പുഡിങ് പോലെ നമുക്കിതിങ്ങനെ മുറിച്ചെടുത്ത് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡിമോൾഡ് ചെയ്യാനും പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ തന്നെയാണ് സെർവ് ചെയ്യുന്നത്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. എന്താണെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ.